യുഎസ് ഇലക്ഷൻ സമയത്ത് ഡൊണാൾഡ് ട്രംപ് ക്രിപ്റ്റോ കറൻസിയിൽ പുതിയ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്ല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ? ആദ്യം കൊണ്ടുവന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡൊണാൾഡ് ട്രംപിന്റെ പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കി. ജനുവരി 18-ാം തീയതിയാണ് ക്രിപ്റ്റോ കറൻസി ഇറക്കിയത്. ഏകദേശം 20-ാം തീയതി ആവുന്ന സമയത്ത് തന്നെ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു 800% പ്രൈസില് വേരിയേഷൻസ് വന്നു. അതായത് മുകളിലോട്ട് പോയി. അങ്ങനെ മുകളിലോട്ട് പോയ പ്രൈസ് 20-ാം തീയതി കഴിഞ്ഞ് അർദ്ധരാത്രി ആവുന്ന സമയത്ത് 21-ാം തീയതി തന്നെ അത് പ്രൈസ് വെറും $18 വന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, അത്രയും ക്രിപ്റ്റോ കറൻസി അവിടെ സെല്ല് നടത്തി എന്നാണ് അവസ്ഥ. അപ്പോ ഇവിടെ ഇപ്പൊ സത്യത്തിൽ ക്രിപ്റ്റോ കറൻസിയിൽ പുതിയ മാറ്റങ്ങളാണോ ട്രംപ് കൊണ്ടുവന്നത്? അതോ വല്ല ഉഡായിപ്പുമാണോ? രണ്ടാമത്തെ പുതുതായി കൊണ്ടുവന്ന സംഭവം എന്ന് പറയുന്നത്, ഇവങ്ക ട്രംപ് എന്ന് പറയുന്ന ട്രംപിന്റെ മകളുടെ പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി, ഫേക്ക് ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആ ക്രിപ്റ്റോ കറൻസിയിലും ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നു. അതേ സമയം തന്നെ ഇപ്പൊ ഈ ട്രംപിൽ വിഡ്രോവൽ നടന്ന ട്രംപിന്റെ കോയിനിൽ വിഡ്രോവൽ നടന്ന അതേ സമയത്ത് തന്നെ ഇതിലും ഒരുപാട് വിഡ്രോവൽ നടന്നു. ഇതിനൊക്കെ പിന്നിൽ ആരായിരിക്കും? നമ്മുടെ ട്രംപേട്ടൻ മൂന്നാമത് കൊണ്ടുവന്നു പറയുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തി എലൻ മസ്ക്, അതായത് ട്വിറ്ററിന്റെ ഉടമയും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനുമായിട്ടുള്ള എലൻ മസ്ക്, അദ്ദേഹത്തിന്റെ ട്വിറ്ററിലെ പേര് ഒരു ക്രിപ്റ്റോ കറൻസിയായി മാറ്റി. കെകെഎസ് മാക്സിമസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പേര് എലൻ മസ്ക് അദ്ദേഹത്തിന്റെ എക്സിലെ പ്രൊഫൈൽ നെയിം ആക്കി ഇട്ടു. അതിട്ട് കുറച്ചു നേരക്കുള്ളിൽ ഈ കെകെഎസ് മാക്സിമസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി, ഒരു പൈസ പോലും വാല്യൂ ഇല്ലാത്ത ക്രിപ്റ്റോ കറൻസി, ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ₹30 വാല്യൂ, അതായത് 800%ഓളം അതിൽ പ്രൈസ് വേരിയേഷൻസ് വന്നു. അത് വന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ പ്രൈസ്, അല്ലെങ്കിൽ അതിൽ ഹ്യൂജ് ആയിട്ടുള്ള സെൽ ഓഫ് നടന്നു. ആ സെൽ ഓഫ് നടന്നതിനെ തുടർന്ന് അതിന്റെ പ്രൈസ് ₹30 നിന്നും വീണ്ടും ₹1 എത്തി. ആരായിരിക്കും അത്രയും കോയിൻസ് അവിടെ സെൽ ചെയ്തിട്ടുണ്ടാവുക? ആരായിരിക്കും അതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടാവുക? ക്രിപ്റ്റോ മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഫോളോ ഫോർ മോർ.